ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അതിപ്രശസ്തമായ ചടങ്ങാണ് ഇളനീർ വെപ്പ്. ഇളനീർ വെപ്പും ഇളനീർ തണ്ടയന്മാരുടെയും കാഴ്ചകളാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് 2 എപ്പിസോഡായാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്, കാരണം ലെങ്ത് ഒരുപാടുണ്ട്. ഇത് രാവിലെ മുതൽ രാത്രിയിൽ ഇളനീർ വെപ്പ് ചടങ്ങ് വരെയുള്ള കാഴ്ചകൾ 2 ഭാഗങ്ങളായിട്ടാണ് കാണുന്നത്. ഇത് ആദ്യ ഭാഗമാണ്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഹായ്, ആദ്യമേ നിങ്ങളോട് ഒന്ന് പറയട്ടെ. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായി എഴുതി അറിയിക്കാനും മറന്നു പോകരുത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അതിമനോഹരമായ ചടങ്ങാണ് ഇളനീർ വെപ്പ്. ഇളനീർ വെപ്പിനുള്ള ഇളനീരുമായി തണ്ടയന്മാർ അക്കര ക്ഷേത്രസന്നിധി ലക്ഷ്യമാക്കി നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. സതീദേവി ഹോമകുണ്ഡത്തിൽ ജീവത്യാഗം ചെയ്തതിനെ തുടർന്ന് ക്രോധം പൂണ്ട പരമശിവൻ തന്റെ ജട പറിച്ച് നിലത്തടിച്ച് അതിൽ നിന്നും വീരഭദ്രനും ഭദ്രകാളിയും രൂപം കൊണ്ടു. ഒരു കൊടുങ്കാറ്റു പോലെ യാഗശാലയിലേക്ക് ഇരച്ചു കയറിയ വീരഭദ്രൻ ദക്ഷന്റെ ശിരസറുത്തു. സതിയുടെ കത്തിക്കരിഞ്ഞ ശവശരീരവുമായി ശിവൻ സംഹാര താണ്ഡവമാടി. ദേവന്മാരും ഋഷിമാരും ബ്രഹ്മവിഷ്ണുമാരും ശിവനെ സമീപിച്ച് ശാന്തനാക്കി. ദക്ഷന്റെ തല അതിനിടയിൽ ചിതറിപ്പോയതിനാൽ ആടിന്റെ തല ചേർത്ത് വെച്ച് ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു. യാഗവും പൂർത്തിയാക്കി. ശിവന്റെ കോപം തണുപ്പിക്കാൻ ഇളനീരഭിഷേകം ചെയ്തതിന് വേണ്ടിയാണ് ഇന്നും ഇളനീർക്കാവുകൾ കൊട്ടിയൂരിലെത്തുന്നത്. മലബാറിലെ തീയ സമുദായ ാണ് ഇതിനു വേണ്ട ഇളനീരുകൾ എത്തിക്കുന്നത്. കൂത്തുപറമ്പിന് അടുത്തുള്ള എരുവട്ടിക്കാവിൽ നിന്നും എണ്ണയും ഇളനീരും വാദ്യഘോഷങ്ങളോടെയാണ് എത്തിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് എരുവട്ടി തണ്ടയനായിരിക്കും. ഇവർക്ക് കിരാതമൂർത്തിയുടെ അകമ്പടി ഉണ്ടായിരിക്കും എന്നാണ് വിശ്വാസം. ഇവർ കൊട്ടിയൂരുള്ള മന്നഞ്ചേരി എത്തി ഇളനീർ വയ്ക്കാനുള്ള രാശി കാത്തിരിക്കുന്നു. ക്ഷേത്രത്തിലെ രാത്രി പൂജാകർമ്മങ്ങൾ കഴിഞ്ഞാൽ ഇളനീർ വെപ്പിനുള്ള രാശി വിളിക്കും. ഇതോടെ ഭക്തന്മാർ സ്വയം മറന്ന് ഇളനീർക്കാവോടുകൂടി ബാവലിപ്പൊടിയിൽ മുങ്ങി ക്ഷേത്രത്തിലേക്ക് ഓടുന്നു. ക്ഷേത്രത്തിൽ പ്രത്യേകം നിശ്ചയിച്ച സ്ഥലത്ത് ഇളനീർക്കാവുകൾ സമർപ്പിച്ച ശേഷം വീരഭദ്രസ്വാമിയുടെ അനുഗ്രഹവും മേടിച്ച് ഇളനീർക്കാവുകൾ തിരിച്ചും പോകുന്നു. വിഷുക്കാലം മുതൽ വ്രതമെടുക്കുന്ന ഇളനീർക്കാവുകൾ കിലോമീറ്ററുകളോളം നടന്ന് ഭഗവാന്റെ സന്നിധിയിൽ ഇളനീർ സമർപ്പിക്കുന്ന അതിമനോഹരമായ ചടങ്ങാണ് ഇളനീർ വെപ്പ്. ഇവർ നടന്നു നീങ്ങുന്നത് മന്നഞ്ചേരിയിലെ ചന്ദ്രശേഖരൻ മാവിൻ ചുവട്ടിലേക്കാണ്. അവിടെയാണ് ഇവരെല്ലാം ഇളനീർക്കാവുകൾ ഇറക്കി വെക്കുന്നത്. ഇവരുടെ വേഷത്തിലുമുണ്ട് വ്യത്യാസങ്ങൾ. ഒരു വെള്ളമുണ്ടും ഒരു തോർത്തും സൈഡ് ഭാഗത്തായി ആള കൊണ്ടുള്ള ഒരു ബാഗും മാത്രമാണ് കാണാൻ കഴിയുക. ഇവരുടെ തൊട്ടുപുറകെ തന്നെ സ്ത്രീജനങ്ങൾ ബാഗുകളിൽ തലച്ചുമടായി ഇവർക്ക് വേണ്ട ഡ്രസ്സുകളും സാമഗ്രികളും ചുമന്നുകൊണ്ടു പോകുന്നതും കാണാം. അങ്ങനെ നമ്മൾ ചന്ദ്രശേഖരൻ മാവിന്റെ അരികിലായി ഇളനീർക്കാവുകൾ ഇളനീർ വെക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു കൂട്ടം ഇളനീർക്കാവുകളെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ തലയിൽ പ്രത്യേകതരം ഒരു പാള കൊണ്ട് നിർമ്മിച്ച അലങ്കാര തൊപ്പികളും കാണാം. വളരെ മനോഹരമായ ആ കാഴ്ചകൾ എന്തു ഭംഗിയോടുകൂടിയാണ് ഇളനീർക്കാവുകൾ കടന്നു വരുന്നത് എന്ന് നമുക്ക് കാണാം. ഭഗവാന് സമർപ്പിക്കാനുള്ള ധാരാളം ഇളനീർക്കാവുകൾ കൊണ്ടുവന്ന ഈ മന്നഞ്ചേരി ഗ്രൗണ്ട് മുഴുവനായും അവിടെയായി കൂട്ടിവെച്ചിരിക്കുന്നതും അതിനു മുകളിൽ കാട്ടുമരത്തിന്റെ ചില്ലകൾ ഒടിച്ച് അതെല്ലാം മൂടി വെച്ചിരിക്കുന്നതായും കാണാം. ഈ ഇളനീർക്കാവുകൾ ഇനി രാശി വിളിക്കുന്നത് വരെ ഇവിടെ വിശ്രമിക്കും. ഇതിനു പിന്നിൽ മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. ഉത്സവം തുടങ്ങി ആദ്യ 11 ദിവസം ശിവൻ കോപാകുലനായിരിക്കും. കോപം തണുക്കുവാൻ ഇളനീരഭിഷേകം, കളഭാഭിഷേകം, നീരഭിഷേകം എന്നിവ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കും. ഭഗവാന് സമർപ്പിക്കാൻ ഇളനീർ കാവുകളും കൊണ്ടുവന്ന തണ്ടയന്മാരാണ് മന്നഞ്ചേരി ഗ്രൗണ്ട് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. എവിടെ നോക്കിയാലും വെള്ളമുണ്ടും വെള്ളത്തോർത്തുകളും തോളിൽത്തിട്ട് നടന്നു നീങ്ങുന്ന തണ്ടയന്മാരുടെ മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാം. ഓരോ ഭാഗത്തും ഇളനീറുകൾ കൂട്ടിവെച്ച് അവർ കാത്തിരിക്കുന്നു വൈകുന്നേരത്തെ പൂജകൾ കഴിഞ്ഞ് രാശി വിളിക്കായി. മനോഹരമായ ഈ കാഴ്ചകൾ കൊട്ടിയൂരല്ലാതെ മറ്റൊരിടത്തും കണ്ടു എന്ന് വരില്ല. നിഗൂഢമായ പൂജകളും അതുപോലെ കർമ്മങ്ങളും ചെയ്യുന്ന കൊട്ടിയൂരിൽ പൂജകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ
പൂജകൾക്ക് കൃത്യമായ സമയമോ. ഇവിടെ ഓരോ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും ഇളനീർ കാവുകളും കൊണ്ടുവന്ന തണ്ടയന്മാർ വിശ്രമിക്കുന്നതും തൊട്ടടുത്ത് തന്നെ ഇളനീരുകൾ വെച്ചിരിക്കുന്നതും കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാത്തിനും മുകളിലും ഇലകൾ കൊണ്ട് മൂടി മനോഹരമായി സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. ഉത്സവം ആരംഭിച്ച് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. തലശ്ശേരി, വടകര, കോഴിക്കോട് പ്രദേശങ്ങളിലുള്ള തീയ സമുദായത്തിൽപ്പെട്ടവരാണ് ഇളനീർക്കാവുകൾ കൊണ്ടുവരുന്നത്. ഇത്രയും ഭക്തിപൂർവം ഇളനീർക്കാവുകൾ കൊണ്ടുവരുന്നത് ഈ സമർപ്പണം ഉത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. അത് ചടങ്ങിന് കൂടുതൽ മാറ്റുകൂട്ടുകയും ചെയ്യുന്നു. ഇളനീർ വെപ്പ് സമർപ്പണം കൊട്ടിയൂർ ഉത്സവത്തിന്റെ അന്തരീക്ഷത്തിന് ഒരു പ്രത്യേകതയാണ് നൽകുന്നത്. ആചാരങ്ങളോട് ചേർന്നുള്ള ആ ഭക്തിയും കൂട്ടായ്മയും തന്നെയാണ് ഈ മഹോത്സവത്തെ ഇത്രത്തോളം ജനശ്രദ്ധ ആകർഷിക്കാൻ കാരണം. ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങളും പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന ഈ പുണ്യഭൂമി ഇത്രയേറെ ഇഷ്ടപ്പെടുന്നതും ഇതുപോലെ വൻ ഭക്തജന പ്രവാഹം ഉണ്ടാകാനും കാരണം ഓരോ ഭക്തജനങ്ങളും ഓരോ പ്രാർത്ഥനയുമായാണ് കൊട്ടിയൂരിൽ വന്നെത്തുന്നത്. മണിക്കൂറുകളോളം ക്യൂ നിന്ന് തിരുവഞ്ചിറയും കടന്ന് മണിത്തറയിൽ കയറുമ്പോൾ ഓരോ ഭക്തന്റെ ഉള്ളിൽ ഭഗവാൻ ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിക്കുന്നു. ഇത്രയും സമയം നമ്മൾ കണ്ടത് മന്നഞ്ചേരി ഗ്രൗണ്ടിലുള്ള കാഴ്ചകളാണ്. ഇനി നമ്മൾ അക്കരെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് അക്കരെ ക്ഷേത്രത്തിലേക്ക് പുതുതായി പണിത പാലം. ഈ പാലം കിഴക്കേ നടയുടെ ബാവലിപ്പുഴയിലാണ് പണിതിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയായി പഴയ പാലവും നമുക്ക് കാണാം. പഴയ പാലത്തിന് ബലക്ഷയം സംഭവിച്ചത് കൊണ്ടാണ് ഇപ്പോൾ പുതിയ പാലം പണിതത്. അത് ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യമാവുകയും ചെയ്തു. ഈ പാലത്തിന് മുകളിൽ കൂടി കയറി നടക്കുമ്പോൾ ബാവലിപ്പുഴയിലെ മുഴുവൻ കാഴ്ചകളും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാം. പ്രകൃതി മനോഹരമായ ആ രണ്ട് കരകളിലുള്ള വലിയ മരങ്ങളോടുകൂടിയ കാടുകളും അതിന് നടുവിൽ കൂടി ബാവലിപ്പുഴ ഒഴുകുന്നതുമായ കാഴ്ച. താഴെ ബാവലിക്കെട്ടും നമുക്ക് കാണാവുന്നതാണ്. ബാവലിക്കെട്ട് ഉള്ളത് കൊണ്ട് ധാരാളം ഭക്തജനങ്ങൾ ബാവലിപ്പുഴയിൽ മുങ്ങിക്കുളിച്ച് അക്കര ക്ഷേത്രത്തിലേക്ക് പ്രദക്ഷിണം വെക്കാൻ പോകുന്നതും ഇവിടെ നിന്ന് കാണാവുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും 2 ലൈനിട്ടാണ് ഈ പാലത്തിന്റെ പണി പൂർത്തിയായിരിക്കുന്നത്. അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് അങ്ങോട്ട് പോകുന്നവർക്ക് ഒരു സൈഡും ഇങ്ങോട്ട് വരുന്നവർക്ക് മറ്റൊരു സൈഡും കൂടെ ഉപയോഗിക്കാവുന്നതാണ്. താഴെ ബാവലിക്കെട്ട് പ്രധാനമായും കെട്ടിയിരിക്കുന്നത് ഇളനീർ വ്രതക്കാർക്ക് ഇളനീരും കൊണ്ട് കടന്നുപോയി നേരെ ബാവലിയിൽ മുങ്ങി തിരുവഞ്ചിറയിലേക്ക് ഓടാനുള്ള എളുപ്പത്തിനാണ്. എണ്ണയൊക്കെ തേച്ച് രാശിവിളി കാത്തു നിൽക്കുന്ന ഇളനീർ തണ്ടയന്മാർ തിരുവഞ്ചിറയിൽ നിന്ന് രാശിവിളി കേട്ടാൽ ഉടൻ തന്നെ ഇളനീർ കാവുകളും എടുത്ത് നേരെ ബാവലിപ്പുഴ കടന്ന് ബാവലിപ്പുഴയിൽ മുങ്ങി നേരെ തിരുവഞ്ചിറയിലേക്ക് ഇളനീർ സമർപ്പണത്തിന് പോവുകയാണ് പതിവ്. കൊട്ടിയൂരിന്റെ പ്രത്യേകത തന്നെ ഇതുപോലുള്ള ചടങ്ങുകളാണ്. ഇവിടെ വരുന്ന പകുതിയിൽ ഏറെ പേരും ഇതുപോലുള്ള ചടങ്ങുകൾ കണ്ടവരായിരിക്കില്ല. അതുകൊണ്ട് കൊട്ടിയൂർ ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾ ഇവിടുത്തെ ആചാരങ്ങൾക്കും ബാവലിപ്പുഴയെ മലിനമാക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ വരുന്ന ഓരോ ഭക്തന്റെ കയ്യിലുമാണ് ഇവിടുത്തെ പവിത്രതയും കാനന ഭംഗിയും. നമ്മളാണ് മനോഹരമായ കാനന ഭംഗിയും പ്രകൃതിയും ഈ ആചാരങ്ങളെയും സംരക്ഷിക്കേണ്ടത്. ഈ പ്രാവശ്യം കൊട്ടിയൂർ ദേവസ്വം ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് എല്ലായിടവും കരിങ്കല്ല് പാകിയിരിക്കുന്നത്. അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ചെളിയൊന്നും ചവിട്ടാതെ നടന്നു പോകാനും അതുപോലെ തന്നെ തിരുവഞ്ചിറ വരെ മനോഹരമായി മഴയൊന്നും കൊള്ളാതെ ക്യൂ നിൽക്കാനുമുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വഴിയുടെ പകുതി ഭാഗം ഒഴിച്ചിട്ട് ക്യൂ നിൽക്കാതെ വരുന്ന ഭക്തജനങ്ങൾക്ക് തിരുവഞ്ചിറയിൽ വലം വെക്കാൻ വേണ്ടി മാത്രം വരുന്നവർക്ക് നേരെ നടന്നു പോകാനുള്ള സൗകര്യവുമുണ്ട്. കാടിനു നടുവിൽ കാനന ഭംഗി ആസ്വദിച്ചു പോകുമ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് കൊട്ടേരിക്കാവിലേക്കാണ്. കൊട്ടിയൂരിലെ പൂണൂലിടാത്ത നമ്പൂതിരി ഒറ്റപ്പിലാൻ പൂജ ചെയ്യുന്ന കൊട്ടേരിക്കാവ്, വീരഭദ്രൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന കൊട്ടേരിക്കാവിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണുന്നത്. ഒറ്റപ്പിലാന്റെ പൂർവികരാണ് കൊട്ടിയൂരിൽ ശിലയായി വാഴുന്ന പെരുമാളെ ആദ്യമായി കണ്ടെത്തിയത് എന്നാണ് ഐതിഹ്യം. അക്കരെ കൊട്ടിയൂരിൽ കിഴക്കേ നടയുടെ ഭാഗത്തായാണ് കൊട്ടേരിക്കാവ് സ്ഥിതി ചെയ്യുന്നത്. കാനന ഭംഗിയിൽ കാടിന് നടുവിൽ കുറിച്യ സ്ഥാനികൻ വഴിപാടുകൾ നടത്തുന്ന കൊട്ടേരിക്കാവിൽ പോയാൽ നമുക്കവിടെ നിന്നും കിട്ടുന്നത് അവലും തേങ്ങാക്കൊത്തുമാണ്. ആ കാണുന്ന ഓലമേഞ്ഞ കുടിലിന് താഴെയാണ് വീരഭദ്രസ്വാമിക്ക് പൂജ ചെയ്യുന്നത്. ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങളും വീരഭദ്രസ്വാമിയെ പൂജിച്ച് അവിടെ നേർച്ച നേർന്ന് വഴിപാടും മേടിച്ച് അവലും കഴിച്ച് മടങ്ങി പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മൾ മറ്റേത് ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയാലും കിട്ടാത്ത ഒരു അനുഭൂതിയും പ്രത്യേകതയുമാണ് കൊട്ടിയൂരിൽ ദർശനത്തിന് വന്നാൽ കിട്ടുന്നത്. ഇവിടെ വന്ന് വഴിപാട് മേടിക്കുമ്പോൾ പെരുമാളുടെ തിരുജടയിൽ നിന്നും പിറവിയെടുത്ത വീരഭദ്രസ്വാമിയെ മനസ്സിൽ
ഓർത്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും പടിയിറങ്ങാം. വർഷത്തിൽ 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാഗ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്ന ഓരോ ഭക്തജനങ്ങളും ഈ കാനന ഭംഗിയും കൈലാസനാഥന്റെ അനുഗ്രഹവും മേടിച്ച് ഇവിടെ നിന്നും മടങ്ങിപ്പോകും. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഭക്തിയും ശാന്തതയും നിറഞ്ഞ ഒരു അപൂർവ ആത്മീയ അനുഭവമായിരുന്നു കൊട്ടിയൂർ. എന്നാൽ ഇന്ന് കൊട്ടിയൂരും പരിസരവും ഭക്തജനങ്ങളെ കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. അന്യസംസ്ഥാനക്കാരായ ഭക്തജനങ്ങൾ ധാരാളമായി കൊട്ടിയൂരിൽ എത്തിച്ചേരുന്നു. പ്രത്യേകിച്ച് കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൊട്ടിയൂരിൽ എത്തിയിരുന്നു. എന്നാൽ അവരെയെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന അടിസ്ഥാന വികസനമോ മറ്റു സാഹചര്യങ്ങളോ കൊട്ടിയൂരിൽ ഇന്നില്ല. അവർക്കാർക്കും ഇവിടെ നടക്കുന്ന പവിത്രമായ ചടങ്ങുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചോ വ്യക്തമായ ധാരണയില്ല. കൃത്യമായ ആചാരബോധമില്ലാതെ എത്തുന്ന ഇവർ സുരക്ഷാ ജീവനക്കാരുമായി തർക്കത്തിൽ ഏർപ്പെടുകയും സംഭവങ്ങളുടെ ഒരു ഭാഗം മാത്രം ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ കൊട്ടിയൂരിനെ കുറിച്ച് തെറ്റായ ധാരണകൾക്ക് കാരണമാകുന്നു. ഏറെ പ്രത്യേകതകൾ ഉണ്ട് കൊട്ടിയൂരിലെ ചടങ്ങുകൾക്ക്. അതിൽ പ്രധാനമായി ഒന്ന് കയ്യാലകളിൽ പാചകം ചെയ്യാൻ പാടില്ല എന്നത്. ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് ഒറ്റപ്പിലാൻ സ്ഥാനികന്റെ അടുത്തേക്കാണ്. അവിടെയാണ് മാലോം ദൈവസ്ഥാനം. അവിടെ കാട്ടുമുത്തപ്പന്റെയാണ് സങ്കല്പം. പോകുന്ന 2 വഴിയരികിലുമായി വൻമരങ്ങൾ ധാരാളമുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഒറ്റപ്പിലാന്റെ കയ്യാലയോട് ചേർന്ന് മാലോം ദേവസ്ഥാനത്ത് ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്ന കാഴ്ച. ഇവിടെ തൃശൂലം 3 പ്രാവശ്യം തലക്കുഴിഞ്ഞ് നിലത്ത് തറച്ചു വെക്കുന്നതാണ് ഇവിടത്തെ ചടങ്ങ്. ഇളനീർ വെപ്പിന് മുമ്പ് ഇവിടെ തമ്പുരാൻ വരുന്നതും ദക്ഷിണ കൈമാറുന്നതുമൊക്കെയായ ഒരു ചടങ്ങുകൾ രാത്രിയിൽ നടക്കാനുണ്ട്. മാലോം ദൈവസ്ഥാനത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിന് തൊട്ടടുത്തായി തന്നെയാണ് പെരുവണ്ണാന്റെ കയ്യാലയുള്ളത്. പെരുവണ്ണാന്റെ കയ്യാലയോട് ചേർന്നാണ് ആനയെ തളക്കുന്നത്. ശീവേലി സമയത്ത് ആന പ്രധാനമായും ഉണ്ടാകേണ്ടതാണ്. ആനപ്പുറത്ത് ദേവി മുന്നിലും ദേവൻ പുറകിലുമായി എഴുന്നള്ളുന്ന മനോഹരമായ കാഴ്ച ഇവിടെ കാണാം. കൊട്ടിയൂരിലെ ശീവേലികൾക്ക് പ്രത്യേകതകൾ ഏറെയാണ്. വിശേഷ ദിവസങ്ങളിൽ പൊന്നിൻ ശീവേലി ഉണ്ടാകാറുണ്ട്. പൊന്നിൻ ശീവേലിക്ക് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരാണ് എഴുന്നള്ളുന്നത്. മറ്റൊരു അത്ഭുതമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലമരമാണ് ഈ കാണുന്നത്. ഇതൊരു മനോഹര കാഴ്ചയാണ് അക്കരെ കൊട്ടിയൂരിലെ. അങ്ങനെ നമ്മൾ കാണുന്നത് അക്കരെ കൊട്ടിയൂരിലെ ഗജവീരന്മാരെയാണ്. ആ ഗജവീരന്മാരെ 2 പേരെയും അപ്പുറയും ഇപ്പുറയായി തളച്ച കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ശീവേലിക്ക് സമയത്ത് മാത്രമാണ് ഇവരെ തിരുവഞ്ചിറയിലേക്ക് ഇറക്കുന്നത്. ഈ ഭാഗത്ത് മാത്രമാണ് കുറച്ചിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരുന്നത്. ബാക്കി എല്ലായിടത്തും കരിങ്കൽ ടൈലുകൾ പാകി മനോഹരമാക്കിയ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. തിരുവഞ്ചിറയും ചുറ്റുവട്ടവും ഇതുപോലെ മനോഹരമായി, അതുകൊണ്ട് ഒട്ടും ചെളിയില്ലാതെ തന്നെ നമുക്ക് ഈ ഭാഗത്തൊക്കെ നടക്കാം. ഒരുപാട് ഭക്തജനങ്ങൾ വൈകുന്നേര സമയമായിട്ടും തിരുവഞ്ചിറയിൽ വലം വെക്കുന്ന കാഴ്ചകൾ കാണാം. എത്ര തന്നെ നോക്കി നിന്നാലും മണിത്തറയും തിരുവഞ്ചിറയും ആ കാഴ്ചകൾ നമ്മെ മടുപ്പിക്കുന്നില്ല. ചുറ്റും കുന്നുകളാൽ ചുറ്റപ്പെട്ട് നടുക്ക് മണിത്തറയും തിരുവഞ്ചിറയും ജനങ്ങളും ഒഴുകുന്ന ആ കാഴ്ച. ഇളനീർ വെപ്പ് സമയമാകുമ്പോഴേക്കും ഇവിടം ഭക്തജന സഹസ്രമായി മാറിയിരിക്കും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഭക്തജനങ്ങൾക്ക് തിരുവഞ്ചിറയിലെ ദർശനത്തിന് വേണ്ടി നിൽക്കുന്ന ക്യൂ 8 മണിക്കൂറെങ്കിലും കാത്തു നിന്നാൽ മാത്രമേ അവിടെ എത്താൻ കഴിയുകയുള്ളൂ. അതിനൊരു പ്രധാന കാരണം മണിത്തറയിൽ കയറുന്ന എല്ലാവർക്കും കയ്യിൽ തീർത്ഥവും ഇലയിൽ പ്രസാദവും നൽകുന്നു എന്നുള്ളതാണ്. അത് അറിയാവുന്ന ഭക്തജനങ്ങൾ എത്ര മണിക്കൂർ വേണമെങ്കിലും ക്യൂ നിന്ന് മണിത്തറ ദർശനവും കഴിഞ്ഞ് ഭഗവാനെ കണ്ടു മാത്രമേ ഇവിടെ നിന്ന് മടങ്ങുകയുള്ളൂ. അതാണ് ഇവിടത്തെ ഭഗവാന്റെയും ഈ പ്രകൃതിയുടെയും ചൈതന്യം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇവിടത്തെ ആചാരങ്ങൾക്കും ചടങ്ങുകൾക്കും മാറ്റങ്ങൾ ഒന്നും വരുത്താതെ ഇന്നും നിലനിന്നു പോകുന്നത്. ഏറ്റവും മനോഹരമായി എടുത്തു പറയേണ്ടുന്നത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എങ്കിലും ഇവിടത്തെ പ്രകൃതിക്ക് ഒട്ടും കോട്ടം തട്ടാതെ ഒരു മരങ്ങൾ പോലും മുറിച്ചു നീക്കാതെ പ്രവൃത്തികൾ ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ നിന്നും താഴ്ഭാഗത്തേക്ക് നോക്കുന്ന മനോഹരമായ ആ കാഴ്ച എത്ര തന്നെ പറഞ്ഞാലും എത്ര തന്നെ കണ്ടാലും മതി വരും. 28 ദിവസത്തെ ഉത്സവം കഴിഞ്ഞ് ഇവിടെ നിന്ന് എല്ലാവരും പിൻവാങ്ങിക്കഴിഞ്ഞാൽ ശിലയായി രൂപം കൊണ്ട ഭഗവാനും ഈ ആൽത്തറകളും ഈ മരങ്ങളും പ്രകൃതിയും മാത്രം ബാക്കിയാകുന്നു. അമ്മാറക്കല്ലിൽ മറഞ്ഞ ദേവിയുടെ അടുത്തായി ശിലാരൂപത്തിൽ ഭഗവാനും സ്ഥിതി ചെയ്യുന്ന ആ മണിത്തറയും പ്രകൃതിയും ഒന്നാകുന്നു. പിന്നീട് ആളും അനക്കവുമില്ലാതെ 1 വർഷക്കാലത്തോളം കാടുപിടിച്ച് ദേവിയും ദേവനും പ്രകൃതിയും ഒരുമിക്കുന്നു. ഇവിടെ ഒരിക്കലെങ്കിലും കൊട്ടിയൂരിൽ ദർശനം നടത്താത്ത ഭക്തജനങ്ങൾ ആരുമുണ്ടാകില്ല. കാരണം അത്രയും പുണ്യമായ ഈ ഭൂമിയിൽ
ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഒന്ന് മാത്രമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അതിനൊരു ഉദാഹരണമാണ് താഴെ കാണുന്ന ആൽമരം. പ്രകൃതിക്ഷോഭത്താൽ നശിച്ചു പോയെടുത്തു നിന്ന് ഒരു കമ്പിൽ കിളിർത്തു വന്ന് മനോഹരമായ ഒരു മരമായി മാറുന്ന ആ കാഴ്ച. ഇതുപോലുള്ള ഒട്ടനേകം അത്ഭുതങ്ങൾ പ്രകൃതി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയേറെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഇത്രയേറെ മനോഹരമായ മറ്റൊരു ക്ഷേത്ര സങ്കേതം നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ വരുന്ന ഓരോ ഭക്തനും പിന്നെയും പിന്നെയും കൊട്ടിയൂരിലേക്ക് ആകർഷിക്കുന്ന എന്തോ ഒരു പ്രത്യേകത ഇവിടെയുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്ത് എന്ന് ഭഗവാനും പ്രകൃതിക്കും മാത്രമേ അറിയുകയുള്ളൂ. ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ ഓരോന്നും ഓരോ ദിവസത്തെയും പ്രത്യേകതയാണ്. ഇവിടെ കൃത്യമായി ഒരു ചടങ്ങിനും കൃത്യമായ സമയമോ സമയനിഷ്ഠയോ ഇല്ല എന്നുള്ളതാണ്. ഇവിടം കാണാത്തവരാണ് നിങ്ങളെങ്കിൽ, ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രവും ഈ ക്ഷേത്ര സന്നിധിയും സന്ദർശിക്കണം. എങ്കിലേ ഈ ക്ഷേത്രത്തിന്റെയും ഈ ക്ഷേത്ര പരിസരത്തെയും മഹത്വം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അമ്മ മറഞ്ഞ അമ്മാറക്കല്ല്, അതിന്റെ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ ഭാഗത്ത് ഭക്തജനങ്ങൾ കൂടി നിന്ന് കെടാവിളക്കായ ചോതിവിളക്കിന്റെ കാഴ്ചകളും കണ്ട് ഭക്തജനങ്ങൾ ചുറ്റും കൂടി നിന്ന് പ്രാർത്ഥിക്കുന്നതും കാണാം. മണിത്തറ കഴിഞ്ഞാൽ ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. സതീദേവി ജീവത്യാഗം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവിടം അത്രയും പുണ്യമാണ്. തൊട്ടടുത്ത് തന്നെയായി കാണുന്ന കാഴ്ചകൾ ഇവിടത്തേക്ക് വേണ്ടുന്ന ചന്ദനം അരച്ചെടുക്കുന്ന കാഴ്ചകളാണ്. തൊട്ടടുത്തായി തിരുവടുപ്പും കാണാം. ഈ അടുപ്പിനും പ്രത്യേകതകൾ ഏറെയാണ്. ഏറെ വിറകരിയുന്ന ഈ അടുപ്പിൽ ചാരം അവശേഷിക്കില്ല. അതിന് കാരണം ശിവന്റെ ഭൂതഗണങ്ങൾ ഇവിടെ നിന്നും ചാരം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് മാറ്റുന്നു എന്നാണ് ഐതിഹ്യം. അവിടെയാണെങ്കിൽ വളരെ കുറച്ച് വിറകുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ചാരം കുമിഞ്ഞുകൂടുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങളാണ്, അത്ഭുതങ്ങളാണ് ഭഗവാന്റെ മണ്ണിൽ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ കാണുന്നതാണ് ഇവിടത്തെ തീർത്ഥക്കുഴി. തീർത്ഥക്കുഴിയിൽ നിന്നും ജലം സ്വീകരിക്കുന്ന ഭക്തജനങ്ങളെയും നമുക്ക് കാണാം. ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കെല്ലാവർക്കും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീർവെപ്പും ചടങ്ങുകളും കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായി എഴുതി അറിയിക്കാനും മറക്കരുത്. ഞങ്ങൾ ധാരാളം വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതെല്ലാം കാണാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.